രാവിലെ നിന്റെ ചേട്ടന്മാർക്ക് എന്തായിരുന്നു ഭ്രാന്ത? ഹരിയേട്ടന് റാങ്ക് ഉണ്ട് കണ്ടോ? മിടുക്കന്മാർ റാങ്ക് വാങ്ങിച്ചേക്കുന്നേ. പഠിക്കുന്ന കാലത്ത് പെമ്പിള്ളേരെ പുറകെ നടന്ന് പോർക്കണായിരുന്നു. പക്ഷേ നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായില്ലേ? ഇതല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാ ശരിക്കുള്ള ടെസ്റ്റ്. അതിന് ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ മതിലൊന്ന് ചാട്ടും. അയ്യോ ശ്രീകുട്ടി, അനങ്ങാതെ അടക്കുക. ആരാ? എല്ലാരും ഓടി വരണേ. എന്താടാ? ഒരു കള്ളനങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എന്താ തിരിച്ചോടുന്നേ? ഇവിടെ ഒരു കിണറുണ്ടായാലും കൂടിയാ. ഒരു കള്ളനിങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഇത്രയും വീടുകളുണ്ടായിട്ട് ഈ വീടേ കണ്ടുള്ള ഓടിച്ചു കയറ്റാൻ. കള്ളനിന്റെ അടിയിലുണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ വെളിയിൽ. പണി ഉണ്ടാക്കരുത്. അയ്യോ ചെവിടിയേക്കില്ലേ? അയ്യോ മോനെ, നീയോ? എന്തിനാടാ നീ ഇവിടെ വന്നത്? പറയണം. കക്കാനല്ലാതെ എന്തിനാ ഈ ഏരിയയിലെ സകല മോഷണം നടത്തിയത്? അയ്യോ ഞാൻ കള്ളനല്ല. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. സോമരാജപുലിസം. എന്ത്? സോമനാംബുലിസം. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. എടാ നീ സത്യം പറ. ഇല്ല, ഇവരെല്ലാരും ചേർന്ന് നിന്നെ പെരുങ്കള്ളനാക്കും. എന്തിനാണ് അവിടെ ഞാൻ ശ്രീകുട്ടിയെ കാണാൻ. ശ്രീകുട്ടിയെ കാണാൻ? അതെ. എന്തിന്? ഞങ്ങളൊന്നും ഇഷ്ടത്തില്ല. ആ വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കണം. വേണം അതിന്റെ മോനെ എല്ലാവരും പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? കോപരോഗി. നിന്നെ മര്യാദ ഉടുപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുണരും മുമ്പ് നാട് വിട്ടോണം. കുറച്ചുകാലം മലയിടിക്കുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. മോനെ, ഇത് അമ്പഴങ്ങ അച്ചാറ്. കുറച്ചു നേരം ഒന്ന് അപ്പം മുട്ട ഉണ്ടാക്കി അപ്പം മുട്ടേ പൊടി. അത് മുഴുകിക്കോട്ടെ, അവനോട് ഇരിക്കാൻ പോവാ. എങ്ങോട്ട് പോവാ? ഗേറ്റ് ഇല്ല. എന്തിന് ഗേറ്റ്? മതിലിയാടുവോ? അയ്യോ, മതിലിയാട അറിഞ്ഞുവിടാത്ത ഒരു മോൻ. നിന്റെ ഇല്ലേ സാധനം? ലൈറ്റ് ഇരട്ടെ. പൊടി, അതൊന്നും വേണ്ട. ദാ മതില് ടെക്നിക്ക് ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. വേണ്ടി വരില്ലെന്നറിയാ. അപ്പനക്ക് പറന്താ ഇപ്പിടി പറക്കണം. കൊള്ളിപ്പിശാച്. ചാടിച്ചത് വെറുതെ ആയോ? തന്തയും കൂടി ഇങ്ങോട്ട് ചാടിക്കോ. കൊറേ കാലമായി ഞാൻ ഈ പണി നിർത്തിയിട്ടു. ഞാൻ ചാടണോ? പറ്റുമോ? ചാടിക്കോ. വേണ്ട. താങ്ക്സ്. മോനെ എങ്ങോട്ടാണാവോ പാക്ക് ചെയ്യുന്നത്? അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേരാ, ഗണപതി കൊടക്കാൻ. ഒതുക്കി കുഴപ്പം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഇവനും എന്റെ പെങ്ങളും തമ്മിലുള്ള ബന്ധം ഈ കോളനി മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം. നടത്താം. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം. എന്റെ മൂത്ത മോളെ കെട്ടിക്കാൻ മുടക്കിയത് 10 ലക്ഷം, രണ്ടാമത്തോൾക്ക് 15 ലക്ഷം, അങ്ങനെ 25 ലക്ഷം ഈ കല്യാണ ബിസിനസ് ചെയ്യാൻ മുടക്കിയത്. ഈ ഒരു മുതല് കണ്ടിട്ടാ. അതിന്റെ പലിശയെങ്കിലും കിട്ടാതെ ഈ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയാണാവോ പ്രതീക്ഷിക്കുന്നത്? വെറും 10 ലക്ഷം. അത്ര ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? വേണ്ട, 5 ലക്ഷം. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ. എല്ലാവരും കേട്ടല്ലോ, 5 ലക്ഷം രൂപ ഇല്ലാതെ കല്യാണം നടക്കില്ല. ഇനി നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെയും എന്റെ ഭാര്യയും മോനെയും ജീവനോടെ ചുട്ടുകരിച്ചാലും ശരി, ഇതിൽ നിന്നും 1 രൂപ കുറയില്ല. 5 ലക്ഷം 1 തരം, 2 തരം, 3 തരം. എന്ത് പറയുന്നു? എന്താ ഒന്നും ഉണ്ടാത്തെ? എന്റെ ഈ കൈ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ പറഞ്ഞ പണം തന്റെ മുഖത്തെ വലിച്ചെറിഞ്ഞ. കൈയില്ലല്ലോ, അപ്പൊ തരാനും പറ്റില്ല. എല്ലാവരും കേട്ടല്ലോ, നീ റിവേഴ്സ് ആറാ. കുറെ ഞാനും ഉണ്ട്. ഏട്ടാ ഏട്ടാ സംഭവിച്ചിരിക്കും.
പണം ഞാൻ തരാം. ചുമ്മാ സമ്മതിച്ചിട്ട് കാര്യമില്ല, സമയം പറയണം. അല്ലാതെ എന്റെ മോനെ മൂക്കി പല്ല് വരുന്നവരെ മൂലക്കിരുത്താൻ പറ്റില്ല. എപ്പോ തരും? അത് ഇത് 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കാശ് തരുമെങ്കിൽ എന്റെ മോൻ നിന്റെ പെങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലോന്റെ പെങ്ങൾക്ക് സമ്മതിച്ചോ? സമ്മതിച്ചു. ഉം, ഉം. പരീക്ഷ പാസ്സായിന്ന് കരുതി ഉടനെ നല്ല ജോലിയൊന്നും കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാൽ തന്നെ 5 ലക്ഷം ഒന്നും ആരും അഡ്വാൻസ് ആയിട്ട് തരാനും പോണില്ല. അതിന് ബിസിനസ് തന്നെ ചെയ്യണം. അത് ശരിയാ. എന്ത് ശരി? അത് ശരിയല്ല. ശരിയല്ല അല്ലേ? കഴിഞ്ഞ തവണ ദീപാവലിക്കൊക്കെ എത്ര ഓർഡർ തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്താ ഇത്തവണ ദീപാവലിക്ക് കാശ് വാരാം. അത് ശരിയാ. കല്യാണം നമുക്ക് പൊടി പൊടിക്കുകയും ചെയ്യും. അതെ. ഇനിയിപ്പോ ലോട്ടറി അടിച്ചാലും ശരി, ശ്രീകുട്ടി അവന് പിടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ വെറും മൊണ്ണയുടെ തന്തയുടെ വാക്ക് കേട്ട് കിടക്കുന്ന മൊണ്ണ. ശരിയാ, വെറും എന്തായി മുരളി? എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനൊരു ടൈപ്പാ. എന്നാൽ അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയുടെ കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലം എൻ്റെ പേരിലുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് തരാം. ആരും അറിയണ്ട. അത് വേണ്ട, അത് ശരിയാവില്ല. ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതി. ഇവൻ ആള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. അല്ല, തന്തയുടെ ആ ചെറ്റ സ്വഭാവം ഇല്ലാന്ന് പറയായിരുന്നു. ഇവൻ നമ്മുടെ ശ്രീകുട്ടിയെ പൊന്നു പോലെ നോക്കും. അപ്പൊ ഇനി ചക്രം ഉണ്ടാക്കണം. ഇതല്ല മാമ, ക്യാഷ് ക്യാഷ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? തള്ളവരല്. അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറായിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അല്ല, അപ്പൊ ഈ മണവാളൻ ആൻസൻസ് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, പറയൂ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തേൽ എറിഞ്ഞാ 4 ഇരട്ടി കോരാ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reason as possible. Yes. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. മതി 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 മതി. അല്ല, ഈ പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ലോ. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാൽ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പലിശയും ചേർത്ത് ഇരട്ടിയാവും. ഇനി ആരും സൂത്രം കാണിച്ചാ. അതിനെന്തിനൊപ്പിട? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതല്. ജീവിതത്തിൽ ആദ്യമായിട്ടാ കടം മേടിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ ശ്രീകുട്ടി ഭാഗ്യമുള്ളവളാ കാരണേട്ടാ. ഈ കടവും വീടും കല്യാണം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഹലോ മോളെ ഡാഡിയാ, നീ ബാങ്കിലെത്തിയോ? യെസ് ഡാഡി, ഞാൻ മാനേജർ കൊടുക്കാം. മേ കമൻ സർ? വരൂ വരൂ. സ്റ്റേസിന്ന് ഡാഡിയാ. ഹലോ സാർ. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മോളെ ഏൽപ്പിച്ചിരിക്കുന്നേ. ശരി സാർ. ഈ ഫയൽ ഒന്ന് ക്ലിയർ ചെയ്തേ പ്ലീസ്. അല്ല, മോളെ ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് വിളിച്ചാൽ ഞാൻ
ஹலோ, நான் திருநெல்வேலி இருந்து ஆண்டிப்பட்டி பேசுறேன். சொல்லுங்க அண்ணை. நான் இங்க இருந்து 1 லட்சம் கொரியர் அனுப்பியிருக்கேன். அங்க கிடைச்சதா இல்லையா? அண்ணை கிட்டி, ரொம்ப தேங்க்ஸ். ஆமா ஆமா, ஆர்டர் இல்ல, அப்புறம் சொல்றேன். நீங்க போன் வச்சிருங்க. எஸ்டிடி அப்பா, எஸ்டிடி. എന്താടോ? സർട്ടിഫിക്കറ്റ് ആണ് സാർ. സാർ ലോണിലുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാണ് സാർ. ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കുടികട സർട്ടിഫിക്കറ്റ്, ഇത് കരമടച്ച സർട്ടിഫിക്കറ്റ്, ഇത് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, ഇത് വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ. ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ലോൺ തിരിച്ചു പിടിക്കുന്നതിനുള്ള സെക്യൂരിറ്റി. ഇതൊക്കെ അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. ഓ സാർ, എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ കഴിയട്ടെ. ആ വെരിഫിക്കേഷൻ വെരി ലേറ്റ് ആക്കരുത്. ശ്രമിക്കാം. ഓ, അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരു ഓടി പാസ്സാക്കി തരും. കാശിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഓടി പാസ്സാക്കാനുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് ബാങ്കുമായിട്ടില്ല. അയ്യോ, എന്നാ ഇപ്പോഴത്തെ ഒരു ചെക്കില്ലേ, അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ. വന്നേ. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താൻ പോയി അക്കൗണ്ടിനെ കാണും. ഇയാളുടെ തല പോലെ തന്നെ മനസ്സ്. ബുദ്ധിമുട്ടായില്ലല്ലോ.